ഗുഡ് ഈവനിങ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എയ്മി പറഞ്ഞ പോലെ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എനിക്കും ഇങ്ങനത്തെ പുതിയ പുതിയ ടോപ്പിക്സ് ഒക്കെ എടുക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എയ്മി പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പം വലിയ വലിയ അപ്പോളജറ്റിക്സ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ ഈ സെഷൻ അറ്റൻഡ് ചെയ്താൽ എന്തുമാത്രം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ഒരു കൺവിക്ഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ ഹോമോസെക്ഷുവാലിറ്റി. നമുക്ക് എല്ലാവർക്കും ഈ വാക്ക് പരിചയം ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. ഓക്കെ, ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ചാറ്റ് ചെയ്യണം, എന്നോട് ചാറ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫ്ലാഗ്, അത് എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്? അത് ഏത് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലാഗ് ആണ്? നിങ്ങളൊന്ന് ചാറ്റിൽ കമന്റ് ചെയ്യാവോ? ഓക്കെ, ചാറ്റിൽ വന്ന് തുടങ്ങി. യെസ്, LGBT, ലെസ്ബിയൻ, LGBT. ഓക്കെ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു വിഷയമാണെന്നുള്ളത് അപ്പോൾ വളരെ വ്യക്തമാണ്. പ്രൈഡ്, ഓക്കെ, പ്രൈഡ്, വെരി ഗുഡ്. റെയിൻബോ കളേഴ്സ്, യെസ്, റെയിൻബോ കളേഴ്സ് ആണ്. പ്യൂർ, ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് ആ ടോപ്പിക്, നിങ്ങൾക്ക് എല്ലാവർക്കും ആ വിഷയം അറിയാം, ആർക്കും പരിചയമില്ലാത്തൊരു വിഷയമല്ല. ഇപ്പൊ നമുക്ക് ഈ 7 കളേർഡ് ആംബാൻഡ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, ടീഷർട്ട്സ് ഒക്കെ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ നമ്മള് ഈ വിഷയത്തെ കുറിച്ച്, ഹോമോസെക്ഷുവാലിറ്റി, LGBTQ, ഈ വിഷയത്തെ കുറിച്ചൊക്കെ നമ്മൾ ഫെമിലിയർ ആണ്. അതുകൊണ്ട് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മള് ഇപ്പോ പ്രൈഡ് മന്ത് എന്ന് പറഞ്ഞൊരു മന്ത് കടന്നുപോയി. അത് ഏത് മാസത്തെ കുറിച്ചാണ് പ്രൈഡ് മന്ത് എന്ന് വിളിക്കുന്നത്? ഒന്ന് ചാറ്റ് ചെയ്യാമോ? പ്രൈഡ് മന്ത്, എനിക്കറിയാം നിങ്ങൾക്ക് ഇത് അറിയാവുന്ന ഒരു വിഷയമാണ്. യെസ്, എല്ലാവരും തന്നെ ആൻസർ ചെയ്യുന്നുണ്ട്. ജൂൺ മന്ത്, ഓക്കെ അല്ലേ? ജൂൺ നമ്മളല്ല ജൂൺ ഒരു പ്രൈഡ് മന്ത് ആയിട്ട് ലോകം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു മാസമാണ്. എന്താണ് ഈ പ്രൈഡ് മന്തിന്റെ സിഗ്നിഫിക്കൻസ്? ജസ്റ്റ് ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കിയാൽ ജൂൺ ഒരു പ്രൈഡ് മന്ത് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. അതിന്റെ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സ്റ്റോൺ വോൾ എന്ന് പറയുന്ന US ഒരു സ്ഥലത്ത്, അവിടെ ഒരിക്കൽ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് അവിടെ ഒരു റെയ്ഡ് നടത്തി. അവിടെ ഈ ലെസ്ബിയൻ, ഗേ, അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ക്ലബിൽ അവര് ഒരു റെയ്ഡ് നടത്തി, കുറെ പേരെ അറസ്റ്റ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായ ഒരു പ്രശ്നമുണ്ട്. അതിനെ തുടർന്ന് അവര് ഒത്തിരി ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ സെക്ഷൽ ഓറിയന്റേഷൻ റിവീൽ ചെയ്യാനായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമോന്ന് പേടിക്കാതെ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളുടെ സെക്ഷൽ ഓറിയന്റേഷൻ റിവീൽ ചെയ്യാനുള്ള ഫ്രീഡം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന ഒരു റയട്ടാണ്. അതിന്റെ ഫലമായിട്ട് അമേരിക്ക പോലെയുള്ള വെസ്റ്റേൺ കൺട്രീസിൽ ഈ ലെസ്ബിയൻസ്, ഗേ കാറ്റഗറിയിലുള്ള ആളുകൾ, അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ഫ്രീഡത്തിലൊക്കെ വന്നു. അവരുടെ റൈറ്റ്സ് അവർക്ക് കിട്ടി എന്നുള്ളതൊക്കെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതാണ് പ്രൈഡ് മന്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്ക്, അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഒരു ചെറിയ ഹിന്റ് തരാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ ഒരു ടോപ്പിക്കിന്റെ റെലവൻസ് എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ വിഷയം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്? അതിന്റെ കാര്യം ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു ബൈബിളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ബൈബിളിനെ ഞാൻ പറയാം, ഈ പേരുമായിട്ട് സിമിലർ ആയിട്ടുള്ളത്. ദ കിങ് ജെയിംസ് വേർഷൻ, ദ കിങ് ജെയിംസ് ബൈബിൾ നമ്മൾ എല്ലാവരും കേട്ടുകയാണ്. ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ബൈബിളാണ് ദ കിങ് ജെയിംസ് വേർഷൻ. പക്ഷേ ഇന്നത്തെ കാലത്ത് പ്രചാരത്തിലിരിക്കുന്ന മറ്റൊരു ബൈബിളാണ് ദ ക്യൂൻ ജെയിംസ് ബൈബിൾ. കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ന് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സമൂഹത്തിൽ ഒരു ഡിവിഷൻ
വന്നിരിക്കുകയാണ്. എന്താണ് ഡിവിഷൻ എന്നറിയാമോ? ഹോമോസെക്ഷുവാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി അത് ചർച്ചിനകത്ത് പാപമാണോ പാപമല്ലയോ? അങ്ങനെ ഒരു വലിയ ഡിബേറ്റ് പല വെസ്റ്റേൺ കൺട്രീസിലുള്ള ക്രിസ്ത്യൻ ചർച്ചസിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പറ്റം ആളുകൾ ഈ ഹോമോസെക്ഷുവാലിറ്റി ഈസ് നോട്ട് എ സിൻ എന്ന് പറഞ്ഞ് ഒരു ആർഗ്യുമെന്റുമായിട്ട് മുന്നോട്ട് വന്നു. അവര് ദ കിങ് ജെയിംസ് ബൈബിളിനെ അതിന്റെ പുറകിൽ ഒത്തിരി ഹിസ്റ്ററി ഉണ്ട്, ഞാൻ എല്ലാം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഹോമോസെക്ഷുവാലിറ്റി ഈസ് നോട്ട് സിൻ എന്ന് സ്ഥാപിക്കുന്ന നിലയിൽ ഒരു പുതിയ ബൈബിൾ വേർഷനുമായിട്ട് അവർ മുന്നോട്ട് വന്നു. ആ ബൈബിളാണ് ദ ക്യൂൻ ജെയിംസ് ബൈബിൾ. കിങ് ജെയിംസ് ബൈബിളിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് ഓപ്പോസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഒരു ബൈബിൾ ട്രാൻസ്ലേഷനാണ് ദ ക്യൂൻ ജെയിംസ് ബൈബിൾ. അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് പഠിപ്പിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിനകത്ത് ഒരു പുതിയ ബൈബിൾ വേർഷൻ കൊണ്ടുവരാവുന്ന നിലയിൽ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലൊന്നും അത്ര ശക്തമായി ഈ വിഷയം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരൊന്നും അധികം ഉണ്ടാവില്ല. പക്ഷേ ഇത് ലോകം മുഴുവൻ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളും ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ടോപ്പിക്. എയ്മി പറഞ്ഞല്ലോ, എയ്മി കുറച്ച് എന്നെ എൻകറേജ് ചെയ്തു ഈ ടോപ്പിക് എടുക്കാനായിട്ട്. എനിക്ക് കോൺഫിഡൻസിന് ഒരല്പം കുറവുണ്ടായിരുന്നു. പക്ഷെ ദൈവവചനമാണ് നമുക്ക് കോൺഫിഡൻസ്. നമ്മൾ പറയുന്ന വാക്കുകൾക്കൊക്കെ ആധികാരികത തരുന്നതും നമ്മൾ പറയുമ്പോൾ അതിന്റെ പരിമിതികളെ ഓവർകം ചെയ്യാൻ നമ്മളെ സഹായിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഒരു ഞാനൊരു എക്സ്പേർട്ട് ആണോ അല്ല, പക്ഷേ ദൈവവചനം ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് വളരെ പ്രതീക്ഷയോടെ ദൈവവചനത്തിലേക്ക് നോക്കാം. കുറച്ച് ഗൗരവത്തോടെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇന്ന് ഈ ഫസ്റ്റ് സെഷനിൽ തന്നെ എയ്മി പറഞ്ഞ പോലെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ ഓരോ സെഷനിലും അതിന്റെ പല ഏരിയാസ് നമ്മൾ അഡ്രസ് ചെയ്യും. അങ്ങനെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരു നോളജ് ഉണ്ടാകാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈസ് ഹോമോസെക്ഷുവാലിറ്റി എ സിൻ? മലയാളത്തിൽ പറഞ്ഞാൽ സ്വർഗരതി ഒരു പാപമാണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കൺവിക്ഷൻ നമുക്കുണ്ടാകേണ്ടത്. മറ്റൊരു വിഷയം, ഒരു ഗേ അല്ലെങ്കിൽ ഒരു ലെസ്ബിയനായി അതേസമയം ഒരു ക്രിസ്ത്യാനിയായിട്ടും ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ക്യാൻ ഐ ബി എ ഗേ ക്രിസ്ത്യൻ? ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ തന്നെ എൻ്റെ സെക്ഷൽ ഓറിയന്റേഷൻ ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻ അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും? ഞാൻ അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും? വേറൊരു ടോപ്പിക്, ആർ സം പീപ്പിൾ ബോൺ ഗേ ഓർ ലെസ്ബിയൻ? ഒരു വ്യക്തി ജന്മന ഗേ അല്ലെങ്കിൽ ഗേ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പരിചയമില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, പുരുഷനും തമ്മിലുള്ളതായ സെക്ഷൽ റിലേഷൻഷിപ്പിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയും തമ്മിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിനെയാണ്. ജന്മന ഒരു പുരുഷന് മറ്റു പുരുഷന്മാരോടാണ് സെക്ഷൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എങ്കിൽ അവരെയാണ് ഗേ എന്ന് വിളിക്കുന്നത്. സ്ത്രീകൾക്ക് സ്ത്രീകളോട് തന്നെ സെക്ഷൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് ലെസ്ബിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാം. What does the Bible say about homosexuality? How should the church respond to LGBT community? അങ്ങനെ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷുവൽ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് സഭ, ദൈവമക്കൾ, ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. How can I fight the same sex attraction? ഇതെല്ലാവർക്കും ഒരു പക്ഷേ ഒരളവിലെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ അതിനോട് എങ്ങനെ ഫൈറ്റ് ചെയ്യണം? ഒരു ബോയ്ക്ക് ഒരു ഗേളിനോടൊരു സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാകും. വിവാഹത്തിന് മുൻപ് അങ്ങനെയുള്ള താല്പര്യങ്ങളോട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. എന്നാൽ ഒരു സെയിം സെക്സ് അട്രാക്ഷൻ ഉണ്ടായാൽ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ അതിനെ എങ്ങനെ അതിനോട് ഫൈറ്റ് ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വാട്ട് അബൌട്ട് ട്രാൻസ്ജെൻഡേഴ്സ്?
നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ, നമ്മുടെ എക്സ്പോഷർ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് വരും. നമ്മൾ ഈ കവർ ചെയ്യാൻ സാധ്യതയുള്ള ചില സെഷനിൽ ഇതിൽ 1-2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തേക്കും. ചില ക്വസ്റ്റ്യൻസ് ഒന്നിലേറെ സെഷൻസിലൂടെ ആയിരിക്കും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അത് നമുക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എല്ലാ ഓൾട്ടർനേറ്റീവ് സൺഡേസിലാണ് നമ്മൾ ഈ മീറ്റിംഗ് എന്നുള്ളത് ആദ്യമായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടി ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കാം. ഓക്കെ, ഇനി നമുക്ക് ദൈവവചനത്തിലേക്ക് ഒന്ന് നോക്കാം. മാരേജുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഈ വിഷയങ്ങൾ പറയുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ബൈബിൾ എന്ന് പറയും നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് റെഫറൻസ് എന്ന് പറയുന്നത് ബൈബിളാണ്. ബൈബിൾ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഒരുപക്ഷെ ഈ സീരീസിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര മണ്ടത്തരമായിട്ടേ തോന്നാൻ സാധ്യതയുള്ളൂ. അങ്ങനെ എന്നെ ഒരു മണ്ടനായിട്ട് നിങ്ങൾ ചിത്രീകരിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ നിങ്ങളോട് വളരെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ വിശ്വസിക്കുന്നു ഈ ബൈബിൾ ദൈവത്തിന്റെ വചനമാണ്. എൻ്റെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം ഈ ദൈവവചനത്തിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സീരീസ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ദൈവവചനം ബൈബിളിൽ ഡിസൈൻ ഓഫ് മാരേജ് എന്താണ് എന്നുള്ളത് പെട്ടെന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം മാരേജിനെ മുന്നോട്ട് വെക്കുമ്പോൾ അതിലൂടെ ദൈവം ആഗ്രഹിച്ചൊരു കാര്യം, ടു റിഫ്ലക്ട് ഹിസ് ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താനായിട്ടാണ് ദൈവം ആക്ച്വലി അങ്ങനെ ആ നിലയിലാണ് ദൈവം മാരേജിനെ കണ്ടത്, വിവാഹത്തെ കണ്ടത് അങ്ങനെയാണ്. ബൈബിൾ എന്താ പറയുന്നത്? ജനസിസ് 1:27 പറയുകയാണ്, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഒരു ഗ്ലോറിയെ റിഫ്ലക്ട് ചെയ്യുന്ന നിലയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചപ്പോ 2 ആണുങ്ങളെ അല്ല സൃഷ്ടിച്ചത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ദൈവം ആണാണോ പെണ്ണാണോ? നിങ്ങൾ ആൻസർ ചെയ്യണമെന്നില്ല, പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. ദൈവം ആണാണോ പെണ്ണാണോ? ബൈബിളിൽ പല സ്ഥലത്തും ദൈവത്തെ, ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ ദൈവം എൻ്റെ ഭർത്താവാണെന്ന് പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ ഭാര്യയായിട്ട് പറയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബൈബിളിൽ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ, സഭയുടെ മണവാളനാണ് ക്രിസ്തു. അപ്പൊ അതിന്റെ അർത്ഥം ദൈവം ആണാണെന്നോ പെണ്ണാണെന്നോ അല്ല. നമ്മൾ ആ വിഷയത്തിലേക്ക് ഇപ്പൊ കയറുന്നില്ല, വളരെ അക്കാഡമിക് ആയി പോകും. യെസ്, ഗോഡ് ഈസ് ബിയോണ്ട് ജെൻഡർ. ജോയല് പറഞ്ഞു, ജോയൽ ഒരു സെമിനാരി സ്റ്റുഡന്റും കൂടെയാണ്, അതുകൊണ്ട് ജോയല് ചാറ്റിലിട്ടു, ബിയോണ്ട് ദാറ്റ്, ദൈവം ആണും അല്ല പെണ്ണും അല്ല, അതിനപ്പുറത്തേക്ക്. പക്ഷേ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ദൈവം, ഗോഡ് ഈസ് സ്പിരിറ്റ്, യെസ്, വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ദൈവം ആത്മാവാണ്. ഓക്കെ, ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പൊ കയറുന്നില്ല. അപ്പോൾ ദൈവം ആണാണോ പെണ്ണാണോ എന്നുള്ള ചോദ്യമൊന്നും അല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. പക്ഷെ അവിടെ പറഞ്ഞു തന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന്റെ മഹത്വത്തെ റിവീൽ ചെയ്യുന്ന നിലയിൽ, ടു റിഫ്ലക്ട് ഹിസ് ഗ്ലോറി, ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പോ വിവാഹത്തെ കുറിച്ച്, ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് ചേരുന്ന വിവാഹത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഹി വാണ്ട് ടു റിഫ്ലക്ട് ഹിസ് ഗ്ലോറി എന്നുള്ളതാണ്. അപ്പോ അത് വിവാഹത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു ഡിസൈൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്, ഈ ദൈവം വിവാഹത്തെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ, ഫസ്റ്റ് മാരേജ് ബിബ്ലിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ ജനസിസ് 2:18 നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. അപ്പൊ ദൈവം ഈ നമ്മള് ജനസിസ് 1 ജനസിസ് 2 വായിക്കുമ്പോൾ, ജനസിസ് 2 ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് എഴുതി. പക്ഷെ മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കുന്ന, ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് പറഞ്ഞിട്ട് ദൈവം പറയുകയാണ്, ഞാൻ അവനൊരു തക്കതായൊരു തുണ, ഹെൽപ്പർ എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഹെൽപ്പർ എന്ന് പറയുമ്പോൾ അവിടെ തക്കതായ ഒരു തുണ, ഇണ എന്നല്ല, ഇണ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കും. ഇണയും തുണയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇണ എന്ന് പറഞ്ഞാൽ കേവലം സെക്ഷൽ പ്ലഷറിന് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ദൈവം മാരേജിനെ കുറിച്ച്, മാരേജ് ഡിസൈൻ ചെയ്തപ്പോൾ ഒരു പുരുഷന്റെ സെക്ഷൽ പ്ലഷറിന് വേണ്ടി ഒരു സ്ത്രീയുടെ സെക്ഷൽ ലൈംഗിക തൃപ്തിക്ക് വേണ്ടി ഒരു പുരുഷൻ എന്നുള്ളതല്ല ദൈവത്തിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ദൈവം ഡിസൈൻ ചെയ്തപ്പോൾ മാരേജിനകത്തേക്ക് ദൈവം കൊണ്ടുവന്നത്
പുരുഷന് അല്ലെങ്കിൽ മനുഷ്യന് തക്കതായ ഒരു തുണയാണ് ഇണയല്ല. എന്ന് പറഞ്ഞാൽ മാരേജിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി സെക്ഷുവൽ പ്ലഷർ, അതാണ് അതിനകത്തെ അർത്ഥം. മാത്രമല്ല ദേ ഷുഡ് കോംപ്ലിമെന്റ് ഈച്ച് അതർ. ദൈവം, നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ ജനസിസ് 2 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താ നമ്മൾ വായിക്കുന്നതെന്ന് അറിയാമോ? ദൈവം ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. ആ സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സ്ത്രീയെ കണ്ട പുരുഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസമാണ്. അതിന്റെ അർത്ഥം എന്താ? വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു പുരുഷനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്. നമ്മൾ ബൈബിൾ മുഴുവൻ വായിച്ചാൽ, ഈവൻ മോഡേൺ സൈക്കോളജി ഒക്കെ പറയുന്നത് പുരുഷന്മാർക്ക് കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അവരുടെ ഡിസൈൻ അങ്ങനെയാണ്. എന്നാൽ സ്ത്രീ എന്ന് പറയുന്നത് എക്സാക്ട്ലി എങ്ങനെ ഒരു പുരുഷനെ കോംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമോ അതുപോലെയാണ് ഒരു സ്ത്രീയുടെ ഡിസൈൻ എന്ന് പറയുന്നത്. ബൈബിളിൽ ഈ വിവാഹത്തെ കുറിച്ച് പൗലോസ് ലേഖനം എഴുതുമ്പോൾ എഫേഷ്യൻസിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ഭാര്യമാരോട് പറഞ്ഞു നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. ഭർത്താക്കന്മാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കും. എന്തുകൊണ്ടാണ് ഭാര്യമാരോട് പറയാഞ്ഞത് നിങ്ങൾ ഭർത്താക്കന്മാരെ സ്നേഹിക്കണ്ടെന്നാണോ അതിന്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ഭർത്താക്കന്മാരോട് പറയാഞ്ഞത് നിങ്ങൾ ഭാര്യമാർക്ക് കീഴടങ്ങിയിരിക്കണം? കാരണം ഈ പുരുഷനെയും സ്ത്രീയെയും, മാൻ ആൻഡ് വുമൺ, അത് ഡിസൈൻ ചെയ്തിരിക്കുന്നു. സ്ത്രീയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും സ്നേഹമാണ്, ഒരു ഇമോഷണൽ ആണ്. പക്ഷെ പുരുഷൻ ഇമോഷണൽ ആയിട്ടല്ല, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ അല്ല ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് രണ്ടും രണ്ട് രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. അപ്പോ ഈ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയും ഒരു വിധേയത്വം ആഗ്രഹിക്കുന്ന ഒരു പുരുഷനും അവരൊരുമിച്ച് ചേരുന്നത് ഒരു പെർഫെക്റ്റ് ടീമായിട്ട് മാറും എന്നുള്ളതുകൊണ്ടാണ്. ദേ വിൽ കോംപ്ലിമെന്റ് ഈച്ച് അതർ. അങ്ങനെയാണ് ദൈവം മാരേജിനെ ഡിസൈൻ ചെയ്തത്. ചില സ്പീഡിൽ പോവാം. 3, ടു എൻജോയ് ദ ഫ്രൂട്ട്സ് ഓഫ് മാരേജ് വിതൗട്ട് ഷെയിം. നാണമില്ലാതെ ഒരു സ്ത്രീക്കും ഒരു പുരുഷനും ഒരുമിച്ച് അവർ ജീവിക്കുമ്പോൾ അവരുടെ ആ വിവാഹത്തിന്റെ ഫലമായി അല്ലെങ്കിൽ അവരുടെ ആ കൂടിച്ചേരലിന്റെ ഫലമായിട്ട് അവരനുഭവിക്കുന്ന ചില ഫ്രൂട്ട്സ് ഓഫ് മാരേജ് ഉണ്ട്. അതിനകത്ത് അവർക്ക് ബൈബിളിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ജനസിസ് 2:25 മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലതാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് ചേരുന്ന സ്ഥലത്ത് അവിടെ പിന്നെ അവർക്ക് മറച്ചു വയ്ക്കാൻ ഒന്നുമില്ല. അത്രമാത്രം അവർ ഒരുമിച്ച് ചേർന്നു. മാരേജിന്റെ ഫ്രൂട്ട്സ്, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അതിനകത്തൊന്നും ലജ്ജയില്ലാതെ നാണമില്ലാതെ അവർക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ദൈവം, ഞാൻ മാരേജിന്റെ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, നമ്മുടെ ഈ ടോപ്പിക്കുമായി കണക്റ്റഡ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ബൈബിൾ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഹോമോസെക്ഷുവാലിറ്റിയിൽ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഹോമോസെക്ഷുവാലിറ്റിയിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ദൈവം മാരേജിനെ ഡിസൈൻ ചെയ്ത ഈ 3 കാര്യങ്ങൾ സംഭവിക്കുകയില്ല. Homosexuality will not reflect God's glory. In homosexuality, there is no complementing each other. പരസ്പര പൂരകങ്ങളായിട്ട് മാറാൻ അവർക്ക് കഴിയില്ല homosexuality. In homosexuality, they cannot enjoy the fruits of marriage. They may enjoy sexual pleasure, but they will not enjoy fruits of marriage. അങ്ങനെയാണെങ്കിൽ ബൈബിൾ പറയുന്നു, എയ്മി ആദ്യമേ പറഞ്ഞു, ബൈബിൾ എന്താ പറയുന്നത്? ഹോമോസെക്ഷുവാലിറ്റിയെ ബൈബിൾ അംഗീകരിക്കുന്നില്ല. ചില കാര്യങ്ങൾ മാത്രം, ചില വാക്യങ്ങൾ, അതിന് ചില ഉദാഹരണങ്ങൾ, ചില തെളിവുകളൊക്കെ ബൈബിളിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗോഡ് പണിഷ് സൊഡോം ആൻഡ് ഗൊമോറ. നമ്മൾ ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിക്കുമ്പോൾ സോദോം ഗൊമോറ എന്ന് പറയുന്ന സ്ഥലം, അവിടെ ലോത്ത്, അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്ത് താമസിക്കുകയാണ്. അവിടെ ഈ ലോത്ത് താമസിക്കുന്ന സമയത്ത് അവിടെ ദൂതന്മാര് ലോത്തിന്റെ ഭവനത്തിൽ വരുന്നുണ്ട്.
പക്ഷെ ആ പട്ടണത്തിലുള്ള ആളുകൾ ഈ വീട്ടിൽ വന്ന ഗസ്റ്റിനെ വേണമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ്? ദേ വാണ്ട് ടു എൻജോയ് ദ സെക്ഷൽ പ്ലഷർ. ഈ അവരെ ഒരു സെക്ഷൽ പ്ലഷറിന് വേണ്ടി, ഹോമോസെക്ഷുവാലിറ്റിക്ക് വേണ്ടി ഈ വീട്ടിൽ വന്ന ഗസ്റ്റുകളെ ആവശ്യപ്പെട്ടു. അവിടെ ലോത്ത് പറയുന്നുണ്ട്, പുരുഷൻ തൊട്ടിട്ടില്ലാത്ത പെൺമക്കൾ എനിക്കുണ്ട്, അവരെ വേണമെങ്കിൽ തരാം. കാരണം അതിനേക്കാൾ വലിയൊരു പാപമായിട്ടാണ് ബൈബിൾ ഈ ഹോമോസെക്ഷുവാലിറ്റിയെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ, അത് അതിനകത്തുള്ള എത്തിക്കൽ സൈഡൊക്കെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഒരു ഹോമോസെക്ഷുവാലിറ്റിയുടെ ഗൗരവം കാണിച്ചു തരുന്ന രീതിയിലാണ് ആ വാക്യം അവിടെ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ദൈവം പറയുന്ന കാര്യം അവിടെ എഴുതിയിരിക്കുകയാണ്. ഇവരെ കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും, അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഹോമോസെക്ഷുവാലിറ്റി വളർന്നു നിൽക്കുന്ന ഈ സൊദോം ഗൊമോറയെ നശിപ്പിക്കാനായിട്ടുള്ള ദൈവത്തിന്റെ മനസ്സാണ് അവിടെ. എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമുള്ള ഒരു പാപമായി ബൈബിൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ലെവിറ്റിക്കൽ ലോസ്, ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ മോശയിലൂടെ ന്യായപ്രമാണം ദൈവം കൊടുത്തു. ലെവിറ്റിക്കൽ ലോസിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? ലേവ്യ നിയമങ്ങളിൽ നമ്മൾ വായിക്കുന്നത് സ്ത്രീയോട് എന്ന പോലെ പുരുഷനോട് കൂടെ ശയിക്കും. ഇത് പുരുഷന്മാർക്കുള്ള ഒരു കൽപ്പനയാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് കൂടെ ശയിക്കുന്നത് പോലെ ഒരു പുരുഷൻ വേറൊരു പുരുഷന്റെ കൂടെ ശയിക്കരുത്. അത് മ്ലേച്ഛതയാണ്. മറ്റൊരു വാക്യം കൂടെ ലെവിറ്റിക്കസ് ചാപ്റ്റർ 20 വേഴ്സ് 13 നമ്മൾ വായിക്കുന്നു, സ്ത്രീയോടുകൂടെ ശയിക്കുന്നത് പോലെ ഒരുത്തൻ പുരുഷനോടുകൂടെ ശയിച്ചാൽ ഇരുവരും മ്ലേച്ഛത ചെയ്തു, അവർ മരണശിക്ഷ അനുഭവിക്കണം. എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഗൗരവമുള്ള ഒരു പാപമായിട്ടാണ് ബൈബിൾ ഹോമോസെക്ഷുവാലിറ്റിയെ കാണുന്നതെന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. പലരും പറയാറുണ്ട് ഈ യേശു ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു യേശു പറഞ്ഞിട്ടുണ്ട്. മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 3 and 4, മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3, 4, 5 വാക്യങ്ങളിൽ യേശു കർത്താവ് വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരേ ഒരു ഫോർമുലയെ പറഞ്ഞുള്ളൂ. ഏതാ ഫോർമുല? ആ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പരിചയം. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് വരുന്ന ഒരു മാരേജിനെ കുറിച്ച് മാത്രമാണ് യേശു ക്രിസ്തു പഠിപ്പിച്ച എന്ന് പറഞ്ഞാൽ, അതിന് പുറത്തുള്ള മാരേജിന് പുറത്തുള്ള, വിവാഹത്തിന് പുറത്തുള്ള എല്ലാ സെക്ഷുവൽ റിലേഷൻഷിപ്പിനെയും പാപം എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ ബൈബിൾ. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അത് വെളിപ്പെടുത്തി. ന്യായപ്രമാണം മോശയിലൂടെ ദൈവം കൊടുത്തപ്പോൾ അത് ദൈവം ഒന്നുകൂടെ എഴുതി വെച്ചു. യേശു ക്രിസ്തുവിലൂടെ അത് ഒരിക്കൽ കൂടെ ഒന്ന് ഊന്നി പറഞ്ഞു. പൗലോസിന്റെ ലേഖനങ്ങളിലൂടെ പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1 Corinthians chapter 6 verse 9 and 10 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വളരെ കൃത്യമായ ഒരു ലിസ്റ്റിൽ പൗലോസ് എഴുതിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക്, അങ്ങനെയുള്ള ഒരു പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു ഹോമോസെക്ഷൽ ആയ ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ ഭാഗവാക്കായി നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് ബൈബിൾ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ്. റോമൻസ് 1:27 എന്താ പറയുന്നതെന്ന് നോക്കിയാട്ടെ. നമ്മൾ ഈ പോളൈൻ എപ്പിസോഡ്സിലുള്ള ഈ 2 വാക്യങ്ങളിലേക്കും പൗലോസിന്റെ ലേഖനങ്ങളിലെ ഈ 2 വാക്യങ്ങളിലേക്ക് നമ്മൾ പിന്നീട് വരും. റോമൻസ് 1:27 പറയുകയാണ്: അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ബൈബിൾ വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഒരു പുരുഷന് വേറൊരു പുരുഷനോട് ഒരു സെക്ഷുവൽ അട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് അതൊരു വിഭ്രമമാണെന്നാണ്.
അത് നോർമലായ ഒരു കാര്യമല്ലെന്നാണ് ബൈബിൾ പറയുന്നത്. ഞാൻ ആ വാക്യത്തിലേക്ക് പിന്നീട് വരും, അതുകൊണ്ട് ഞാൻ അതിവിടെ വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റിയെ പാപമായിട്ട് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി മുതൽ നമ്മൾ പഠിച്ചാൽ പുതിയ നിയമത്തിലൊക്കെ അതേ ടീച്ചിങ് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് നമ്മൾ നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ, സഭയ്ക്കകത്തൊക്കെ ഈ വിഷയം വലിയ ഡിസ്കഷൻ ആയിട്ട് വന്നിരിക്കുക. പല സഭകളിലും ഹോമോസെക്ഷൽ ആകുന്നത് ഒരു പാപമാണെന്ന് പഠിപ്പിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ എന്താണ് ആ ഒരു ട്രാൻസിഷൻ, എന്താണ് അതിന്റെ, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊന്ന് പെട്ടെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. ദ റിട്ടേൺ ഓഫ് ഏൻഷ്യന്റ് പാഗനിസം. മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ പഴയ നിയമ മോശയുടെ ഒക്കെ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ചില മതങ്ങളിലെ ആരാധനയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ചില മതങ്ങളിൽ നിലനിന്നിരുന്ന റിച്വൽസുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ആ റിലീജിയൻ, ആ ഏൻഷ്യൻ റിലീജിയൻ, ഏൻഷ്യൻ പേഗനിസത്തിന്റെ ഒരു മടങ്ങിവരവാണ് വാസ്തവത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഈ ഒരു സെക്ഷുവൽ അജണ്ട എന്ന് പറയുന്നത്. LGBTQ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഒരു സംശയവും വേണ്ട, ബൈബിൾ അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ, മോശയുടെ കാലഘട്ടം അല്ലെങ്കിൽ യോശുവയുടെ കാലഘട്ടത്തിൽ, ഈ ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് ചെല്ലുന്ന ഒരു സമയമൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് അവിടെ നിലനിന്നിരുന്ന, കനാൻ ദേശത്തുണ്ടായിരുന്ന പല റിലീജിയൻസിലും സെക്ഷുവാലിറ്റി ഈസ് എ സാക്രമെന്റ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഒരു കാര്യമായിട്ടാണ് സെക്ഷുവാലിറ്റിയെ ആ ഏൻഷ്യൻ റിലീജിയനിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കാണുമ്പോൾ തന്നെ അതിനകത്ത് ഹോമോസെക്ഷുവാലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പീറ്റർ ജോൺസ്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ദ അതർ വേൾഡ് വ്യൂ. ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ കാര്യം വളരെ ശക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഈ സെക്ഷുവൽ അജണ്ട എന്ന് പറയുന്നത് 1800 വരെ നിലനിന്നിരുന്ന, അല്ലെങ്കിൽ 1900 വരെയൊക്കെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ വേൾഡ് വ്യൂ. നിങ്ങൾക്കറിയാം, ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ 1900s വരെ മെജോറിറ്റി ആയിട്ട് നിന്നിരുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിലൊക്കെ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് അതിനകത്തൊരു സംശയം പോലും ഉണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് സിൻ എന്നുള്ളതിനകത്ത് ആർക്കും ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഈ ഹോമോസെക്ഷുവാലിറ്റി കൂടുതൽ ശക്തമായിട്ട്, അതിന് ഒരു കാരണമായി തീർന്നത് എത്തീസമാണ്. എത്തീസം, ഞാൻ അതിലേക്ക് പിന്നീടുള്ള സെഷൻസിൽ, ഇനി വരുന്ന ക്ലാസ്സുകളിൽ വരും. എത്തീസത്തിന്റെ കടന്നുവരവ്, അല്ലെങ്കിൽ എത്തീസം ശക്തി പ്രാപിച്ചു. പണ്ടുകാലം മുതൽ എത്തീസം ഉണ്ട്, പക്ഷെ അത് ശക്തമായി തീർന്നതോടുകൂടി ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് ഒരു മടങ്ങിപ്പോക്കുണ്ടായി. ഞാൻ ആ വിഷയം പിന്നീട് ഡിസ്കസ് ചെയ്യും. ഈ യൂണിവേഴ്സ് ഈസ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു ചിന്താഗതി, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ഒരു ചിന്താഗതി, ഇങ്ങനെയുള്ള റിലീജിയസ് തോട്ട്സ് ഒക്കെ മടങ്ങി വരാനായിട്ട് തുടങ്ങിയപ്പോൾ പതിയെ പതിയെ അതോടൊപ്പം ഈ ഹോമോസെക്ഷുവാലിറ്റി മടങ്ങി വരാനായിട്ട് തുടങ്ങി. റോമൻസ് 1:25 and 26 നമ്മൾ വായിച്ചത്, നമ്മൾ ആദ്യം 26 and 27 വായിച്ചതാണ്. റോമൻസ് 1:25 and 26 വായിക്കുമ്പോൾ അവിടെ കാണുന്നൊരു കാര്യം, ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു. എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ ദൈവത്തെ മറന്നിട്ട് സൃഷ്ടിയായ മനുഷ്യനെയോ അല്ലെങ്കിൽ മൃഗങ്ങളെയോ ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാമേൻ. എന്നിട്ട് 26 പറയുക, അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് കടന്നുപോയി. നോക്കുക, ദൈവത്തോടുള്ള, അല്ലെങ്കിൽ ദൈവം മുന്നോട്ട് വെച്ച ഒരു വേൾഡ് വ്യൂവിനെ മാറ്റി വെച്ചിട്ട് ഒരു സൃഷ്ടാവുണ്ട്, ഒരു സൃഷ്ടിയുണ്ട് എന്നുള്ള ഒരു വേൾഡ് വ്യൂവിനെ മാറ്റിവെച്ച് എത്തീസം വരുന്നു, പേഗനിസം വരുന്നു. സൃഷ്ടിയായ മനുഷ്യനെയും മൃഗങ്ങളെയും പ്രകൃതിയെയും ഒക്കെ ആരാധിക്കാൻ തുടങ്ങിയിടത്താണ് ബൈബിൾ പറയുകയാണ് ഈ ഹോമോസെക്ഷുവാലിറ്റിയും ഈ ഇങ്ങനെയുള്ള സെക്ഷൽ ഓറിയന്റേഷൻസ് ഒക്കെ പുതിയതായിട്ട് വരാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ക്രിസ്ത്യൻ വേൾഡ് വ്യൂ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് അതിന് പകരം സൃഷ്ടാവും സൃഷ്ടിയും എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ കാര്യങ്ങളിലൂടെയെല്ലാം, പേഗനിസം ആയിക്കോട്ടെ, എത്തീസം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ വേരിയേഷൻസും മുന്നോട്ട് വയ്ക്കുന്നത്. ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്രിയേറ്റർ ആൻഡ് ക്രിയേച്ചർ. ഇവിടെ വളരെ പറയേണ്ട ഒരു കാര്യമാണ് ക്രോസ് ഡ്രസ്സിങ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലർക്കെങ്കിലും അറിയാം, നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള ചവറയിൽ കോട്ടം അങ്ങനെയാണ് തോന്നുന്നത് പറയേണ്ടത്, കൊട്ടംകുളങ്ങര ദേവീ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ്. അവിടെ ഈ എല്ലാ വർഷവും ഒരു മീനമാസത്തിൽ, മലയാള മാസമാണ്, എത്ര പേർക്ക് അത് അറിയാമെന്നറിയില്ല, ഒരു ഉത്സവം നടക്കാറുണ്ട്. ആ ഉത്സവത്തിൽ പുരുഷന്മാരൊക്കെ സ്ത്രീകളുടെ വേഷം ധരിച്ച്, സ്ത്രീകളെ പോലെ മേക്കപ്പ് ചെയ്ത് സ്ത്രീകളുടെ വേഷം ധരിച്ച് അവിടെ പോയി തങ്ങളുടെ പാപം ഏറ്റുപറയുന്ന ഒരു രീതിയുണ്ട്. അത് ആ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്, ആ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത്, ഈ ട്രാൻസ്ജെൻഡേഴ്സ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലുള്ള ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ വരും. വാസ്തവത്തിൽ അവര് ആ ഫെസ്റ്റിവലിൽ ഭാഗവാക്കാകുന്നതിലൂടെ, ആ ഉത്സവത്തിലൊക്കെ അവർ പങ്കെടുക്കുന്നതിലൂടെ അവരത് അവരുടെ ഒരു വലിയ ഫ്രീഡം സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പുരുഷന്മാര് സ്ത്രീകളുടെ വേഷത്തിൽ ചെന്ന് തങ്ങളുടെ പാപം ഏറ്റു പറയാന്ന് പറയുന്നതാണ് അവിടുത്തെ ഒരു വിശ്വാസം. അവിടുത്തെ അങ്ങനെ ദേവി അവരോട് ക്ഷമിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ വിശ്വാസം. പക്ഷെ അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ്, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളൊക്കെ ആ ഉത്സവത്തിൽ പങ്കെടുക്കും. എന്ന് പറഞ്ഞാൽ, ഞാനത് പറഞ്ഞതിന്റെ കാരണം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഡ്യൂട്രോണമി ചാപ്റ്റർ 22 വേഴ്സ് 5. ഈ വാക്യത്തെ നിങ്ങൾ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്, അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകും. എന്താണ് ഈ വാക്യത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? സ്ത്രീകൾ ജീൻസ് ധരിക്കരുതെന്നോ പുരുഷന്മാര് പൈജാമ ധരിക്കരുതെന്നോ ഒക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ അങ്ങനെയുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാകും. പക്ഷെ ഇത് എഴുതിയ കാലഘട്ടത്തിൽ പുരുഷന്മാര് പാൻസും സ്ത്രീകള് സാരി ഒന്നും അല്ല ധരിച്ചുകൊണ്ടിരുന്നത്. ഈ ആവർത്തന പുസ്തകം ഡ്യൂട്രോണമിയിലെ ഈ വാക്യം എഴുതുന്ന സമയത്ത് അന്നുള്ള ആളുകള് പാൻസും ടീഷർട്ടും ജീൻസും ഒന്നും അല്ല ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ നിലയിലല്ല ഈ വാക്യം ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഈ വാക്യത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ ചവറയിലുള്ള ഈ ക്ഷേത്രത്തിൽ പറയുന്ന ഈ ഒരു ഉത്സവം, അതുപോലെയുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ പുരാതന കാലത്ത്, ഏൻഷ്യൻ ടൈംസിലുണ്ടായിരുന്നു. അതിനോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഒരു പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിച്ച് വീനസ് ദേവിയെയും അസ്തോരത്ത്, ബൈബിളിൽ ഈ രണ്ട് ദേവതമാരെ കുറിച്ച് പറയുന്നു. ഏൻഷ്യൻ റിലീജിയൻസിലുള്ള ദേവതമാരാണ്. അവരെ ആരാധിക്കാനായിട്ട് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് ഹോമോസെക്ഷുവാലിറ്റിയുടെ ഒക്കെ ഒരു വലിയ സെലിബ്രേഷൻ ആയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ ഈ ക്രോസ് ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെ പോലെ വേഷം ധരിച്ച് ആയുധധാരികളായി പോയി മാർസ് ദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പോകുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതുമായി ബന്ധപ്പെട്ടാണ്, അഥവാ ഈ ഹോമോസെക്ഷുവാലിറ്റിയെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് അങ്ങനെ നിങ്ങൾ പോകരുത്, അങ്ങനെ ചെയ്യുന്നവനൊക്കെ ദൈവത്തിന് വെറുപ്പാകുന്നു എന്ന് പറയാനായിട്ടാണ് ഈ വാക്യം ഡ്യൂട്രോണമി 22 വേഴ്സ് 5 എഴുതിയിരിക്കുന്നത്. വേറൊരു വാക്യം കൂടെ ഡ്യൂട്രോണമി 23 വേഴ്സ് 1 നമ്മൾ വായിക്കുന്നു, ഷണ്ണനോ ചിഹ്നലിംഗനോ യഹോവയുടെ. ആ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലായിരിക്കും. അവിടെ വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് ട്രാൻസെക്ഷൽസ് ആണ്. എന്ന് പറഞ്ഞാൽ മെയിൽ ഓർഗൻ കട്ട് ചെയ്ത ആളുകൾ. അവിടെ സർക്കംസിഷനെ കുറിച്ചല്ല, പരിച്ഛേദന അല്ലെങ്കിൽ അതല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരാള് തന്റെ സെക്ഷൽ ഓർഗനെ മുറിച്ചു കളഞ്ഞിട്ട്, അയാളുടെ ഒരു പുരുഷൻ തന്റെ സെക്ഷൽ ഓർഗനെ കട്ട് ചെയ്തിട്ട് സ്ത്രീ ആയിട്ട് മാറുക, അങ്ങനെ ഒരു ട്രാൻസെക്ഷൽ ആകുന്നതിനെ കുറിച്ചും ഹോമോസെക്ഷൽ ആയി മാറുന്നതിനെ കുറിച്ചുമാണ് ആ വാക്യം പറയുന്നത്. അങ്ങനെയുള്ളവർ യഹോവയുടെ സഭയിൽ
പ്രവേശിക്കരുത്. ബൈബിൾ എത്ര കൃത്യമായും എത്ര സ്ട്രെയിറ്റ് ആയിട്ടുമാണ് ഈ വാക്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം, എൻ്റെ മുമ്പിൽ കുറച്ച് സമയം കൂടി ഉണ്ട്. ഹെട്രോ ആൻഡ് ഹോമോ. Heterosexuality celebrates otherness while homosexuality celebrates sameness. അല്ലേ? ഹെട്രോസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും വിത്ത് ഡിസ്റ്റിങ്ഷൻസ് ആണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ ആ ഡിസൈനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. Heterosexuality celebrates otherness and homosexuality celebrates sameness. ഇതിൽ ഏതാ നമ്മൾ എടുക്കേണ്ടത്? ദൈവത്തിന്റെ ഡിസൈൻ നോക്കിയാൽ ഡിസ്റ്റിങ്ഷൻസ് ആർ ദ പ്രോഡക്റ്റ് ഓഫ് ദ ക്രിയേറ്റേഴ്സ് വർക്ക് ഇൻ ക്രിയേഷൻ. ദൈവത്തിന്റെ സൃഷ്ടിയിലേക്ക് നോക്കിക്കോ, ദൈവം സൃഷ്ടിച്ച മേഖലയിലെല്ലാം ഈ ഡിസ്റ്റിങ്ഷൻ നമുക്ക് കാണാൻ കഴിയും. ആദ്യമായിട്ട് ആ ഡിസ്റ്റിങ്ഷൻ ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ് ജനസിസ് 1:4. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുകയാണ്, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു, ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവത്തിന്റെ സൃഷ്ടിയിൽ എപ്പോഴും ഈ ഡിസ്റ്റിങ്ഷൻ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാ ബൈബിളിൽ പറയുന്ന ഡിസ്റ്റിങ്ഷൻസ്? ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ക്രിയേറ്റർ ആൻഡ് ക്രീച്ചർ. ഒരു സൃഷ്ടാവായ ഒരു ദൈവവും സൃഷ്ടിയും രണ്ടും രണ്ടാണ് എന്നുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ബൈബിൾ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. ബൈബിൾ ഒരിക്കലും സൃഷ്ടി തന്നെയാണ് സൃഷ്ടാവ് എന്ന് പഠിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളൊക്കെ ദൈവങ്ങളാണ് എന്ന് പറയുന്ന ഒരു ചിന്തയല്ല ബൈബിൾ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ബൈബിൾ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് സൃഷ്ടാവ് വേറെ, ഒരു സൃഷ്ടാവുണ്ട്, അവനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. ഒരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരിക. യേശു ക്രിസ്തുവും സാത്താനും എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ഷൻ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ അനേകരും പറയുന്നു അങ്ങനെ ഇല്ല. അനേകം പേഗൻ റിലീജിയൻസ് പറയുന്നു അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല. പക്ഷെ ബൈബിൾ പറയുന്നു അങ്ങനെ ഉണ്ട്. ഏകദൈവ വിശ്വാസം, ബഹുദൈവ വിശ്വാസം, മോണോതെയിസം ആൻഡ് പോളിതെയിസം. ഏകദൈവ വിശ്വാസം, ബഹുദൈവ വിശ്വാസം. അങ്ങനെയൊന്നും ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നു അങ്ങനെ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. യഹോവ ഏകദൈവം ബൈബിൾ പറയുന്നു. ലവ് ഓഫ് ഗോഡ് ആൻഡ് ലവ് ഓഫ് നെയ്ബർ. ചില റിലീജിയൻസ് പഠിപ്പിക്കുന്നത് അങ്ങനെ ദൈവത്തെ സ്നേഹിക്കൊന്നും വേണ്ട, മറ്റുള്ളവരെ സ്നേഹിച്ചാൽ മതി. പക്ഷെ ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. ദൈവത്തെയും സ്നേഹിക്കണം, മറ്റുള്ളവരെയും സ്നേഹിക്കണം. ഇത് രണ്ടും രണ്ടാണ്. ഒരു ഡിസ്റ്റിങ്ഷൻ ബൈബിൾ കൊണ്ടുവരുന്നുണ്ട്. ലൈഫ് ആൻഡ് ഡെത്ത്, അതൊക്കെ നമ്മുടെ തോന്നല് മാത്രമാണെന്നൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ട്രൂത്ത് ആൻഡ് ഫോൾസ്ഹുഡ്, സത്യം അല്ലേ? എമി ആദ്യം അതിനെ കുറിച്ചൊരു സൂചന പറഞ്ഞു. അബ്സല്യൂട്ട് ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞുള്ള കുറെ കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അപ്പോളജറ്റിക്സിൽ അത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ശരി നിങ്ങളുടെ മാത്രം ശരിയാണ്, ഞങ്ങളുടെ ശരിയാവണമെന്നില്ല എന്നൊക്കെ വാദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ബൈബിളിൽ അങ്ങനല്ല. ശരിയുണ്ട്, തെറ്റുണ്ട്, വെളിച്ചമുണ്ട്, ഇരുളുണ്ട്. ദൈവം അതിനെ വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. രണ്ട് എൻറ്റിറ്റി ആയിട്ട് തിരിച്ചു നിർത്തിയിരിക്കുകയാണ്. വിശുദ്ധി, പാപം, ഇത് രണ്ടും രണ്ടായി ദൈവം തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് വിശുദ്ധി ആയിരിക്കും, ഞങ്ങൾക്കത് പാപമാണ്. അങ്ങനല്ല. ബൈബിളിന് കൃത്യമായ ഡെഫിനിഷൻസ് ഉണ്ട്. ക്രിസ്ത്യാനിറ്റിക്ക് അകത്ത് അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കുറച്ച് കട്ടിയാണോ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇതിനേക്കാൾ സിമ്പിൾ ആക്കാൻ പറ്റും അതും എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ ഇതിന്റെ സൊല്യൂഷൻ? ലാസ്റ്റ് സ്ലൈഡാണ്, ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താ ഇതിന്റെ സൊല്യൂഷൻ? അപ്പൊ ഈ ഹോമോസെക്ഷുവാലിറ്റി, LGBTQ, എന്താ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ? ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. റിട്ടേൺ ടു ദ ബിബ്ലിക്കൽ വേൾഡ് വ്യൂ. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ലോക വീക്ഷണം, ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന മാരേജിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന സെക്ഷൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ലോക വീക്ഷണം മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടുള്ളൂ. ഞാൻ ഈ വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ഈ വാക്യം നമ്മൾ പിന്നീട് റെഫർ ചെയ്യും. 1 Corinthians chapter 6 verse 9 to 11. ഈ 3 വാക്യങ്ങൾക്കകത്ത് ഒരു ബാഡ് ന്യൂസും ഉണ്ട്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ബാഡ് ന്യൂസ് നമ്മൾ ആദ്യം വായിച്ചതാണ്. ഒരു ഹോമോസെക്ഷൽ ആയ ഒരു വ്യക്തിക്ക്, ഒരു വലിയ ലിസ്റ്റാണ്,
നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ടാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എന്താ ബാഡ് ന്യൂസ്? ഇങ്ങനെയുള്ള പാപത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഒരിക്കലും ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന, ഈ ദൈവവചനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാകാൻ, ഒരു ദൈവ പൈതലാകാൻ ആ നിലയിൽ ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് കഴിയുകയില്ല. പക്ഷെ ഇതിനകത്തൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. 11-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങളും ചിലർ, ഈ കൊരിന്തിലെ സഭയിലുള്ള ആളുകളോട് പറയാണ്, നിങ്ങളും ചിലർ ഈ വകക്കാർ ആയിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള അനുഭവത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു പ്രതീക്ഷയുമില്ലെന്നല്ല ബൈബിൾ പറയുന്നത്. ഈ കൊരിന്തിലെ സഭയിലുള്ള ചില ആളുകളൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ അവർ ദൈവത്താൽ കഴുകപ്പെട്ടു. അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടു. ദൈവം ഇത്ര വലിയ പാപമാണെന്ന് ദൈവം പറഞ്ഞ വിഷയത്തിന്റെ മേൽ ദൈവം അവരെ കഴുകി, ദൈവം അവരെ ശുദ്ധീകരിച്ചു, ദൈവം അവരെ നീതീകരിച്ചു. അതുകൊണ്ട് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവവചനം ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വേഗമായിട്ടുള്ളൊരു പിക്ചർ അല്ല ബൈബിൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ തരുന്നത്. ഞാനും ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് ഒരുപക്ഷെ പഠിച്ച് തീർക്കാൻ എളുപ്പമുള്ളൊരു വിഷയമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എത്ര വലിയ പാപത്തിൽ കിടക്കുന്ന വ്യക്തിയെയും കഴുകി ശുദ്ധീകരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തെ ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഏതു പാപമായിക്കൊള്ളട്ടെ, എത്ര കടുംചുവപ്പായ പാപമായിക്കൊള്ളട്ടെ, ആ പാപത്തെയും കഴുകുന്ന, അങ്ങനെയുള്ള വ്യക്തികളെയും സ്നേഹിക്കുന്ന, അങ്ങനെയുള്ള വ്യക്തികളെയും തങ്കിലേക്ക് ആകർഷിച്ച് അവരെ കഴുകി ശുദ്ധീകരിച്ച് നീതീകരിക്കുന്ന ഒരു ദൈവസ്നേഹം, ഒരു ദൈവകൃപ, ഒരു പരിശുദ്ധാത്മ ശക്തി ഇന്ന് നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളോട് മാത്രമല്ല പറയുന്നത്, ഈ ലിസ്റ്റിനകത്ത് പല പാപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിലേത് പാപമാണ് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ അത് ബോധ്യം വരുത്തട്ടെ. ഏത് പാപമായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുവേ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടുംചുമപ്പായാലും നിങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കും എന്ന് പറഞ്ഞ ആ കർത്താവ് ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാം കാണുന്നുണ്ട്. അവൻ നിങ്ങളെല്ലാം കഴുകാൻ ആഗ്രഹിക്കുന്നു. നമ്മെല്ലാം കഴുകി ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവെ, എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ ഒരു ദൈവവചനം മുന്നോട്ട് വെക്കുന്ന ആ ഒരു വേൾഡ് വ്യൂ അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ? നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഞാൻ ഈ സമയത്ത് അലക്സിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അലക്സ് ജോൺസൺ, ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അലക്സ് ഒരു വാക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. God, our gracious Heavenly Father, we praise and thank you, Abba Father, for this evening you have gifted in our lives, Abba. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിവരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ പല സ്ഥലങ്ങളായിരുന്നാലും കർത്താവെ, നീ ഞങ്ങൾ കൂടി ഉണ്ടായിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് കേട്ട ദൈവജനായി സ്തോത്രം ചെയ്യുന്നു. We praise your Lord. കർത്താവെ, help us, Abba Father, to be grounded in the word of God and to give and to submit ourselves and acknowledge the authority of your word and of your view of marriage and what you have defined, our Lord. കർത്താവെ, ഞങ്ങളുടെ കോൺസെപ്റ്റ്സോ ഞങ്ങളുടെ നോളജ് നല്ല കർത്താവെ, നീ എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നു, നീ എങ്ങനെ കർത്താവെ പ്ലാൻ ചെയ്തിരിക്കുന്നു കർത്താവ്, അതുപോലെ കർത്താവ് ഞങ്ങൾ അനുസരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമേ. ഇന്ന് കർത്താവെ, ബേസ് ബ്രദർ കൂടി കർത്താവെ കേട്ട് ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ എല്ലാ സിൻസിനും ഞങ്ങൾ കൺഫസ് ചെയ്യുന്ന കർത്താവെ. ഹോമോസെക്ഷാലിറ്റി മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ സെക്ഷൽ സിൻസും കർത്താവെ, ഞങ്ങളുടെ എല്ലാ അട്രാക്ഷൻസ് കർത്താവെ എല്ലാം ഞങ്ങൾ കൺഫസ് ചെയ്യുന്നു, റിപ്പൻറ്റ് ചെയ്യുന്ന കർത്താവെ. കർത്താവെ, ഞങ്ങളെ ശുദ്ധീകരിക്കും കർത്താവെ.
നീ മാത്രം മതിയാകും കർത്താവ്. നിന്റെ ഒരു തുള്ളി രക്തം മതി കർത്താവ് ഞങ്ങളെ ശുദ്ധീകരിക്കാൻ. ആമേൻ. ഇവിടെ സംബന്ധിച്ച ഇവിടെ ഗ്യാദർ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനെയും എല്ലാ യൂത്ത്സിനെയും എല്ലാവരെയും കർത്താവ് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. Help us a lot to be bold above Father and not to be apologetic above Father, not to be sorry above Father for having us stand in the word of God. Lord, help us to grow in your word, Lord. Bless each and every one of us, Lord Jesus. Thank you for this evening that you have given our lives. We submit ourselves into hands. Until next time, till we gather, help us, above Father, be with us throughout the night. May your name be glorified. In Jesus' most precious name we pray. Amen. Amen.